നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുന്റെ വണ്ടി എവിടെ, അർജുൻ എവിടെ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് നാം. കഴിഞ്ഞ ദിവസം കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്ത് അർജുന്റെ ലോറി ഇല്ല എന്നാണ്. അപ്പോഴേക്കുമുണ്ടായ ഒരു സംശയം, അങ്ങനെ അവിടെ ലോറി ഇല്ല എങ്കിൽ അത് ഒഴുകി ഗംഗാവലി പുഴയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നൊരു സംശയം അവിടെ ഉടലെടുത്തു. എന്തായാലും ഇന്നും തെരച്ചിൽ തുടരുകയാണ്. അതിനിടയിൽ ഒരു ദൃക്സാക്ഷിയുടെ മൊഴി വളരെയധികം നിർണായകമായി മാറിയിരിക്കുകയാണ്. അർജുന്റെ വണ്ടി ഒഴുകിപ്പോയിട്ടില്ല, ഒഴുകിപ്പോയത് ടാങ്കർ മാത്രമാണ് എന്നാണ് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിലാണ് ദൃക്സാക്ഷി അഭിലാഷ് ചന്ദ്രൻ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അങ്കോളയിലെ പഞ്ചർ കടയിൽ തന്റെ വാഹനത്തിന്റെ ടയർ താൻ നന്നാക്കുകയാണ്. അതിനിടെ വലിയ ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ മണ്ണിടിച്ചിലിൽ ഒരു ടാങ്കർ ഗംഗാവലി നദിയിലേക്ക് ഒലിച്ചു പോകുന്നത് കണ്ടുവെന്നും അഭിലാഷ് വെളിപ്പെടുത്തി. എന്നാൽ അർജുൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ ട്രാക്ക് നദിയിലേക്ക് ഒഴുകി പോകുന്നതായി താൻ കണ്ടില്ല എന്നും അഭിലാഷ് വ്യക്തമാക്കി. മണ്ണിടിച്ചിൽ നടന്നതിന് 100 മീറ്റർ ഇപ്പുറത്താണ് പഞ്ചർ കട. അർജുന്റെ വാഹനം ഒഴുകിപ്പോകാൻ സാധ്യതയില്ല എന്നും പ്രതീക്ഷകളൊക്കെ വാനോളം ഉയർത്തി അഭിലാഷ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. റോഡിന്റെ എതിർവശത്താണ് അർജുന്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്നത്. റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡർ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ഒഴുകിപ്പോകുക എന്നതിന് സാധ്യതയില്ല എന്നും അഭിലാഷ് വെളിപ്പെടുത്തുന്നുണ്ട്. അർജുന്റെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന തൊട്ടടുത്ത് മറ്റൊരു ടാങ്കർ നിർത്തിയിട്ടിരുന്നു. പിന്നീട് മണ്ണിടിച്ചിൽ തുടർന്നപ്പോൾ അവിടെ നിന്നും ആ ടാങ്കർ മാറ്റിയിട്ടു. ആ സമയം അർജുന്റെ വാഹനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാഹനം മണ്ണിൽ ആണ്ടുപോയിട്ടുണ്ടാവാനാണ് സാധ്യതയെന്നും അഭിലാഷ് വ്യക്തമാക്കി. റോഡിലെ മണ്ണ് 98% ഇന്നലെ നീക്കം ചെയ്തിരുന്നു. പക്ഷേ അർജുന്റെ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ അപകടം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അർജുന്റെ ലോറി കണ്ട ദൃക്സാക്ഷിയുടെ വാക്കുകൾ എടുത്താൽ അവർ പറയുന്നതനുസരിച്ച് റോഡിൽ നിന്ന് കൂടുതൽ അകത്തേക്ക് ചേർത്ത് മൺതിട്ടയോട് ചേർത്തായിരുന്നു അർജുന്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത് എന്നാണ്. ഇത് പ്രകാരം ഇനിയും മണ്ണ് നീക്കാനുള്ള ഭാഗത്ത് റോഡരികിൽ ചെരുവിനോട് ചേർന്ന് അർജുന്റെ വാഹനം കണ്ടേക്കാമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷ. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ ഇത്തരത്തിലൊരു പ്രതീക്ഷയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വാഹനം മൺകൂനയിലില്ല എങ്കിൽ തിരച്ചിൽ പുഴയിലേക്ക് നീക്കേണ്ടി വരും. ആ പരിശോധന സങ്കീർണമായിരിക്കും. പുഴയിലെ മൺകൂനകളിലും പരിശോധന നടത്താൻ NDRF സംഘത്തോട് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് കർണാടക റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവമില്ല എന്ന് സിദ്ധരാമയ്യയും പ്രതികരിക്കുകയുണ്ടായി. രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മഴ രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. സൈന്യം രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു. 10 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും കർണാടക മുഖ്യമന്ത്രി തുറന്നടിച്ചു. അതേസമയം അപകടത്തിൽ കൂടുതൽ പേരെ കാണാതായി എന്ന ഒരു പരാതിയുമായി പ്രദേശവാസികളും രംഗത്ത് വന്നിട്ടുണ്ട്. അപകട സ്ഥലത്ത് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തി. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് ആക്ഷേപം. 3 പേരെ കൂടി കാണാനില്ലെന്നും പരാതിയുണ്ട്. അതേസമയം അർജുന്റെ സഹോദരിയും പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നെങ്കിലും കണ്ടെത്താനാകണം എന്നൊരു പ്രതീക്ഷയാണ് അർജുന്റെ സഹോദരി പങ്കുവച്ചിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, വിധിയെന്ന് വിശ്വസിക്കുന്നു. കാത്തിരിപ്പിന് ഫലമറിയണം. അർജുൻ ഏതവസ്ഥയിൽ കിട്ടുമെന്ന് അറിയില്ല എന്നും സഹോദരി പ്രതികരിക്കുകയുണ്ടായി. സൈന്യം വന്നത് കൂടുതൽ സംവിധാനങ്ങളില്ലാതെയാണ് എന്നും അഞ്ജു കുറ്റപ്പെടുത്തി. ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല. കേരളത്തിൽ നിന്ന് എല്ലാവരും സഹായിച്ചു. മാധ്യമങ്ങൾ കൂടെയുണ്ട്. തിരച്ചിലിന് ഇനി വീഴ്ച പാടില്ല. കരയിലും പുഴയിലും ഒരുപോലെ തിരച്ചിൽ നടത്തണം എന്നൊരു ആവശ്യവും അർജുന കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.